കടലാക്രമണം നേരിടുന്ന പാലപ്പെട്ടി പ്രദേശത്ത് ശാശ്വതവും ശാസ്ത്രീയവുമായ കടൽ ഭിത്തി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് തീരദേശ നിവാസികൾ നാഷണൽ ഹൈവേ ഉപരോധിച്ചു. വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചത്. Welfare Party Zindabad! Zindabad! Welfare Party Zindabad! Inqilab Zindabad! Inqilab Zindabad! Inqilab Zindabad! Inqilab Zindabad! Inqilab Zindabad! Inqilab Zindabad! Welfare Party Zindabad! കടൽ ഭിത്തിയില്ലാത്തത് മൂലം മഴയിലും കടലാക്രമണത്തിലും ഈ പ്രദേശത്തുള്ള നിരവധി വീടുകൾ തകർന്നു പോവുകയും താമസയോഗ്യമല്ലാതാവുകയും ചെയ്തിട്ടുണ്ട്. 10 മുറി മുതൽ കാപ്പിരിക്കാട് 4 കിലോമീറ്റർ നീളത്തിൽ ഭിത്തി തകർന്നു കിടക്കുകയാണ്. കടലാക്രമണത്തെ പ്രതിരോധിക്കാൻ സർക്കാർ വകയിരുത്തിയ 10 കോടി രൂപയുടെ കടൽ ഭിത്തി നിർമ്മാണത്തിന്റെ നടപടികൾ ആരംഭിക്കാത്തതിലും കെട്ടിയ കടൽ ഭിത്തി നിർമ്മാണം ശാസ്ത്രീയവും ശാശ്വതവുമായ രീതിയിലല്ലാത്തതിലും പ്രതിഷേധിച്ചാണ് സമരം. സംസ്ഥാന സർക്കാരും MLAയും കാര്യമായി ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി. തീരദേശത്ത് നിന്ന് വീടും ഭൂമിയും ഒഴിഞ്ഞു നൽകാൻ സർക്കാർ നടപ്പാക്കിയ പുനർഗേഹം പദ്ധതി നൽകുന്ന നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കണമെന്നും സമരപ്രവർത്തകർ ഉയർത്തുന്ന മുദ്രാവാക്യമാണ്. സമരപ്രവർത്തകരെയും നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. AK കാസിം കൊണ്ടത്തെ, മജീദ് പാലപ്പെട്ടി, നൌഷാദ് യാഹു, കബീർ, ഹംസു പാലപ്പെട്ടി, സുലൈമാൻ, മജീദ് കള്ളിവളപ്പിൽ, സാനിദ ഷംസുദ്ദീൻ, നൂറുദ്ദീൻ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു. മുൻഷിറ, മൻസിയ, നസീമ, മുസ്തഫ, അഷ്കർ, റിയാസ്, ഷഹീർ, ബഷീർ, സിയാദ്, റഫീഖ്, യൂസഫ്, ഇബ്രാഹിം തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ഈസ്റ്റ് ലൈവ്, പൊന്നാനി.